പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിനകത്തിലെ അടുത്തൊരു വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോയിൽ മോഡൽ 12ഉം മോഡൽ 13ഉമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം മോഡൽ 12 നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ദേ അരവിന്ദ് അരുൺ രണ്ടുപേരുടെ വരുമാനത്തിൻ്റെ ശതമാനക്കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അരവിന്ദിൻ്റെ വരുമാനം എക്സ് ആണെങ്കിൽ, എത്രയാണെന്ന് നമ്മളോട് പറയുന്നില്ല, എക്സ് ആണെങ്കിൽ അതിനേക്കാൾ 25% കൂടുതലാണ് അരുണിൻ്റെ വരുമാനം. എന്ന് വെച്ചാൽ എക്സിനേക്കാൾ 25% എന്താണ്? കൂടുതലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അരവിന്ദിന് 100 രൂപയാണ് വരുമാനമെങ്കിൽ, അരവിന്ദിൻ്റെ വരുമാനം 100 രൂപയാണെങ്കിൽ അരുണിന് അരവിന്ദിനേക്കാൾ 25% കൂടുതലാണ്. എന്ന് വെച്ചാൽ അരവിന്ദിനേക്കാൾ എന്ത് കൂടുതലാണ്? 100ൻ്റെ 25%. 100ൻ്റെ 25% എന്ന് വെച്ചാൽ 25 രൂപ അല്ലേ? അപ്പോൾ 125 രൂപ. കണ്ടോ? ഇപ്പോൾ അരവിന്ദിന് 100 രൂപയാണ് വരുമാനമെങ്കിൽ അരുണിന് 125 രൂപയാണ് വരുമാനം. എന്ന് വെച്ചാൽ അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ് അരുണിന്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ അരവിന്ദിനേക്കാൾ ശമ്പളം കൂടുതൽ ആർക്കാണ്? അരുണിനാണ് അല്ലേ? അരവിന്ദിനേക്കാൾ 25% കൂടുതലാണ് ആർക്ക്? അരുണിന്. 25% എന്താണ്? കൂടുതലാണ്. അരവിന്ദിനേക്കാൾ 25% മാർക്ക് കൂടുതലാണ്, അരുണിന് കൂടുതലാണ്. ശരിയാണ് അല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം അരുണിനാണ്. ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ അരുണിനേക്കാൾ എത്ര ശതമാനം കുറവാണ് അരവിന്ദിൻ്റെത്? മനസ്സിലായോ? അരുണിനേക്കാൾ എത്ര ശതമാനം കുറവാണ് അരവിന്ദിന്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? എന്താ പറഞ്ഞേക്കുന്നത്? അരവിന്ദിന് 100 രൂപയാണെങ്കിൽ, എക്സാമ്പിൾ പറയാണ്, അരവിന്ദിന് 100 രൂപയാണെങ്കിൽ അതിനേക്കാൾ 25% കൂടുതലാണ് അരുണിന് കിട്ടുന്ന വരുമാനം. എന്ന് വെച്ചാൽ അരുണിൻ്റെ വരുമാനം നമുക്ക് 125 എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ അരുണിന് 125 രൂപയുണ്ട്. ആ 125 രൂപ ശമ്പളം കിട്ടുന്ന അരുണിനേക്കാൾ എത്ര ശതമാനം കുറവാണ് അരവിന്ദിന് കിട്ടുന്ന ശമ്പളം? അരവിന്ദിന് കിട്ടുന്ന ശമ്പളം എത്ര ശതമാനം കുറവാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി നോക്കിക്കോ. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കേൾക്കണേ. കാരണം അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് എന്താ പറഞ്ഞത്? എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ. കുറവാണ്. എത്ര ശതമാനം കുറവാണ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എളുപ്പ വഴി എന്ന് പറയുന്നത് R ഡിവൈഡഡ് ബൈ R പ്ലസ് 100 ഇൻറ്റു 100. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? R ഡിവൈഡ് ബൈ R പ്ലസ് 100 ഇൻറ്റു 100. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ഈ കണക്കിൻ്റെ സൂത്രവാക്യം. എന്താ പറഞ്ഞേക്കുന്നത്? എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? അതിൻ്റെ എളുപ്പവഴി R ഡിവൈഡ് ബൈ R പ്ലസ് 100 ഇൻറ്റു 100. ഓക്കെ, ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഈ കണക്കൊന്ന് ചെയ്യാം. എന്തായിരുന്നു സൂത്രവാക്യം? R ഡിവൈഡ് ബൈ R പ്ലസ് 100, അല്ലെങ്കിൽ നമുക്ക് 100 പ്ലസ് R ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. 100 പ്ലസ് R ഇൻറ്റു 100. ഓക്കെ, ഇത് വെച്ച് കണക്കൊന്ന് ചെയ്തേ. ഇവിടുത്തെ R എന്ന് പറയുന്നത് 25%. 25 ഡിവൈഡ് ബൈ 100 പ്ലസ് 25 125 എന്ന് കിട്ടും. ഇൻറ്റു 100. ഓക്കെ ആണോ? എത്ര കിട്ടും? 25 125 കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. 5ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 20 എന്ന് കിട്ടും. ആൻസർ 20%, 20% എന്ന ആൻസർ കിട്ടി. ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ?
ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 20% കൂടുതലാണെങ്കിൽ ഓക്കെ, ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ് എത്ര ശതമാനം കുറവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ എന്താ? R/100 + R/100. ഓക്കെ ആണോ? ഓക്കെ, വാല്യൂ ഇട്ട് നോക്കിയേ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 /100 + R 100 + 20 120 × 100. ഓക്കെ ആണോ? ഇവിടെ എത്ര ശതമാനം കുറവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ എഴുതിക്കോണം. 0 ക്യാൻസലായി, 2ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6 എന്ന് കിട്ടി. ഓക്കെ, 100 / 6 നമുക്ക് ആൻസർ കിട്ടും 16 2/3 എന്ന ആൻസർ കിട്ടും. 16 2/3 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു 2 രീതിയിലുള്ള ക്വസ്റ്റ്യനും കൂടെ പരിചയപ്പെടുത്താം. ഈ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചേക്കണം. ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിച്ചു. ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിച്ചു. ഇങ്ങനെ ചതുരം വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നീളം 10% വർദ്ധിച്ചു. വീതി എത്ര ശതമാനം കുറഞ്ഞാൽ? വീതി നീളം വർദ്ധിച്ചു, ലെങ്ത് എന്ന് പറയുന്നത് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ വീതി അല്ലേ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര ശതമാനം കുറഞ്ഞാലാണ് വിസ്തീർണത്തിന് മാറ്റമില്ലാത്തത്, വിസ്തീർണത്തിൽ വ്യത്യാസമില്ലാത്തത്? ഓക്കെ, നോക്കാം. ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, പഠിച്ചു വെച്ചേക്കുക. R/100 + R × 100. ഈ ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. R എന്ന് പറയുന്നത് 10 ആണ്. 10 / 110 × 100. ഓക്കെ, എത്ര? 100 / 11 ആൻസർ 9 1/11 എന്ന് കിട്ടും. 9 1/11. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കുക. ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിച്ചു. വീതി എത്ര ശതമാനം കുറഞ്ഞാലാണ് വിസ്തീർണത്തിൽ അല്ലെങ്കിൽ ഏരിയയിൽ മാറ്റമില്ലാത്തത്? ഓക്കെ ആണല്ലോ? അതേപോലെ വേറൊരു കണക്കും കൂടെ ശ്രദ്ധിച്ച് വെച്ചേക്കുക. അതും ഈ സെയിം ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കിക്കോ ആ കണക്ക്. ഒരു ടൂത്ത് പേസ്റ്റിൽ 50% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. ഒരു ടൂത്ത് പേസ്റ്റിനകത്തിൽ 50% കൂടുതലുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. അത് എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണ്? ഓക്കെ, നോക്കാം. അതും ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. R/100 + R × 100. ഓക്കെ, ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കുക. ഒരു ടൂത്ത് പേസ്റ്റിൽ 50% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. അത് എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണ്? ഓക്കെ, ഇവിടുത്തെ R എന്ന് പറയുന്നത് 50 ആണ്. 50 / 150 × 100. ഓക്കെ, 0 ക്യാൻസൽ ചെയ്തു. 5ഉം 15ഉം ക്യാൻസൽ ചെയ്യുമ്പം 3 എന്ന് കിട്ടി. 100 / 3 എത്ര കിട്ടും? 33 1/3% എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? അടുത്ത മോഡലിലേക്ക് പോകാം. മോഡൽ 13. അപ്പോൾ 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പം 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അതിനകത്തിൽ അവസാനം പറഞ്ഞ 2 എണ്ണം ശ്രദ്ധിച്ച് വെച്ചേക്കുക. കാരണം അത് നമ്മൾ ഈ ഇക്വേഷനാണ് ആ ക്വസ്റ്റ്യന് ഉപയോഗിക്കേണ്ടതെന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചേക്കുക. മോഡൽ 13 നമ്മൾ 12-നകത്ത് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ്. എന്താ? എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25% കുറവാണ് എങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? കണ്ടോ, കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മോഡലിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. ഈ മോഡലിൽ എന്താ പറഞ്ഞേക്കുന്നത്? എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കുറവാണ് എങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. എത്ര ശതമാനം കൂടുതലാണ്?
ഓക്കെ, നോക്കാം നമുക്ക്. ദേ ഇതിനകത്തിൽ ഇക്വേഷനകത്ത് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നമ്മുടെ കഴിഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? ദേ ഈ കണക്ക് മോഡൽ, ഇത് മോഡൽ 12 അല്ലേ, ഇത് മോഡൽ 13. ഈ 13 മോഡൽ 12-നകത്ത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആർ ഡിവൈഡഡ് ബൈ 100 പ്ലസ് ആർ ഇൻറ്റു 100. ഇതായിരുന്നു കഴിഞ്ഞതിനകത്തിലെ നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനകത്തിൽ ഈ മോഡലിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ സെയിം ആണ്. ആർ ഡിവൈഡ് ബൈ 100 മൈനസ് ആർ എന്നാവും. 100 മൈനസ് ആർ ഇൻറ്റു 100 എന്നാവും. ഓക്കെ ആണോ? ക്വസ്റ്റ്യനകത്തിൽ അല്ല ഇക്വേഷനകത്തിൽ ചെറിയൊരു മാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? ഇത് വെച്ച് നമുക്ക് കണക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ആർ ഡിവൈഡ് ബൈ 100 മൈനസ് ആർ അല്ലേ. എത്ര കൂടുതലാണ്, എത്ര ശതമാനം കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഇക്വേഷനാണ് ആർ ഡിവൈഡ് ബൈ 100 മൈനസ് ആർ ഇൻറ്റു 100. നോക്കാം, ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് 25 ആണ്. 25 ഡിവൈഡ് ബൈ 100 മൈനസ് ആർ 100 മൈനസ് 25 എത്ര കിട്ടും? നമുക്ക് 75 എന്ന് കിട്ടും അല്ലേ. 75 ഇൻറ്റു 100. ഓക്കെ, 25ഉം 75ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം, 3 എന്ന് കിട്ടും. 100 ഡിവൈഡ് ബൈ 3 33 1/3 എന്ന് കിട്ടി. 33 1/3% എന്ന് കിട്ടി. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പം കഴിഞ്ഞ കണക്കുമായിട്ട് കഴിഞ്ഞ മോഡലുമായിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താ? താഴെ ഡിനോമിനേറ്ററിനകത്ത് 100 മൈനസ് ആർ എന്ന് വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം പറയുന്നത് കുറവാണ്. ഇത് നോക്കി, എയും ബിയും തമ്മിലുള്ള വരുമാനമാണ് പറയുന്നത്. എന്താ? എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കുറവാണ്. ഇപ്പോൾ ബിയുടെ വരുമാനം എക്സ് ആണെങ്കിൽ എക്സിനേക്കാൾ 25% കുറവാണ് ആരുടെ വരുമാനം? എയുടെ വരുമാനം അല്ലേ. ഇവിടെ എക്സ് ആണെങ്കിൽ എക്സിനേക്കാൾ 25% കുറവ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിയുടെ വരുമാനം 100 ആണെങ്കിൽ 100-നേക്കാൾ 25 കുറവ് എന്ന് വെച്ചാൽ എയുടെ വരുമാനം എത്ര വരും? 75 വരും അല്ലേ. അപ്പോൾ ഇവിടെ ആർക്കാ കൂടുതൽ? ബിക്കല്ലേ കൂടുതൽ. അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര കൂടുതലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഇതേ അടുത്ത് നോക്കാം. രാമൻ്റെ വരുമാനം കൃഷ്ണൻ്റെ വരുമാനത്തേക്കാൾ 10% കുറവാണ്. രാമൻ്റെ വരുമാനം കൃഷ്ണൻ്റെ വരുമാനത്തേക്കാൾ 10% കുറവാണ് എങ്കിൽ കൃഷ്ണൻ്റെ വരുമാനം രാമൻ്റേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേ നോക്കാം. ഇവിടെ എത്ര ശതമാനം കൂടുതലാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ? ആർ ഡിവൈഡ് ബൈ 100 മൈനസ് ആർ ഇൻറ്റു 100. 100 മൈനസ് ആർ ഇൻറ്റു 100. ഓക്കെ, നോക്കാം. ആർ എത്രയാണ്? 10. 10 ഡിവൈഡ് ബൈ 100 മൈനസ് 10 90 ഇൻറ്റു 100. ഓക്കെ, ക്യാൻസൽ ചെയ്യാം. 100 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടി. 100 ഡിവൈഡ് ബൈ 9 എത്രയാണ്? 11 1/9%. 11 1/9%. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രവിയുടെ പ്രായം ശരത്തിൻ്റേതിനേക്കാൾ 20% കുറവാണ്. രവിയുടെ പ്രായം ശരത്തിൻ്റേതിനേക്കാൾ 20% കുറവാണ് എങ്കിൽ ശരത്തിൻ്റെ പ്രായം രവിയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഓക്കെ, എത്ര ശതമാനം കൂടുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താ? ആർ ഡിവൈഡ് ബൈ 100 മൈനസ് ആർ ഇൻറ്റു 100. ഓക്കെ, ആർ എത്രയാണ്? 20. 20 ഡിവൈഡ് ബൈ 100-ൽ നിന്നും 20 പോയാൽ ബാക്കി 80 ഇൻറ്റു 100. ഓക്കെ, 0 ക്യാൻസലായി. 2ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 4ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 25 എന്ന് കിട്ടും. ആൻസർ 25%. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ.